ഹായ് ഗൈസ്, ഡെയിലി വ്ലോഗിലേക്ക് ടോപ്പ് 10 റിവ്യൂ ചാനലിലേക്ക്, യൂട്യൂബ് ചാനലിലേക്ക് ഏവരെയും സ്വാഗതം. ഞാനൊരു കാര്യമായ നിർദ്ദേശം, അതായത് ഒരു ഇൻഫർമേഷൻ വീഡിയോ, ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത അഥവാ സംഭവിച്ചു പോകുന്ന, നമ്മളൊന്നും ആരും കാണാതെ പോകുന്ന ഒരു കേസിൽപ്പെട്ട ഒരു സാധാരണക്കാരന് പറ്റുന്ന, ഒരു സാധാരണക്കാരന് എന്തൊക്കെ പറ്റുന്നു എന്ന് നമുക്കിതിൽ, ഒരു സാധാരണക്കാരെ വിലയില്ല എന്നത് പച്ചയായ യാഥാർത്ഥ്യം. ഗുഡ്സ് ഓട്ടോയിൽ നിർത്തിവെച്ച കുട തട്ടി വൃദ്ധൻ പരിക്കേറ്റ സംഭവം, കേസെടുത്തു പോലീസ്. ഏഷ്യാനെറ്റ് ന്യൂസിൽ നിന്ന് കവർ ചെയ്ത ഈ ഒരു സംഭവം, മനുഷ്യന്റെ അശ്രദ്ധ കാരണം അയാൾക്ക് പരിക്കേറ്റിരിക്കുകയാണ്. മനുഷ്യജീവന് അപകടം ഉണ്ടാക്കും വിധം വൃദ്ധനെ പരിക്കേറ്റ സംഭവം, കേസെടുത്തു പോലീസ്. അപ്പോ ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കാർക്കും അറിയത്തില്ല. മനുഷ്യജീവന് അപകടം ഉണ്ടാകുമ്പോൾ അശ്രദ്ധയായി വാഹനം ഓടിച്ച് കേസ് KL 11 AA 3226 ഗുഡ്സ് ഓട്ടോയുടെ ഡ്രൈവറാണ് പ്രതി. അദ്ദേഹം തന്നെയാണ് ആ ഒരു ക്രൂരമായ കാഴ്ചക്ക് സംഭവം. കോഴിക്കോട് ഓടുന്ന ഗുഡ്സ് ഓട്ടോയിൽ നിർത്തിവെച്ച വലിയ കുട തട്ടി, ഒരു കുടയാണ് തട്ടി വൃദ്ധനെ പറ്റിയ സംഭവത്തിൽ കോഴിക്കോട് ചേവായൂർ പോലീസ് കേസെടുത്തു. വാഹനത്തിന്റെ ഡ്രൈവറെ പ്രതി ചേർത്ത് പോലീസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് KL 11 AA 3226 ഗുഡ്സ് ഓട്ടോയുടെ ഡ്രൈവറെ പ്രതി ചേർത്താണ് കേസെടുത്തിരിക്കുന്നതെന്ന്. മനുഷ്യജീവന് അപകടം ഉണ്ടാകും വിധം അശ്രദ്ധമായ വാഹനം ഓടിച്ചെന്നാണ് കേസ്. വെള്ളിയാഴ്ച രാവിലെ 11 മണിക്ക് കാക്കോടി പാലത്തിൽ വെച്ചായിരുന്നു അപകടം. തണ്ണീർപന്തൽ സ്വദേശിയായ മാധവൻ നബീശനാണ് അപകടത്തിൽ പരിക്കേറ്റത്. ഒരു കോഴിക്കോട് സംഭവിച്ച സംഭവമാണ്. അദ്ദേഹം ആരാണെന്നോ എന്താണെന്നോ അദ്ദേഹത്തെ നമുക്ക് മുമ്പ് പരിചയമുള്ള ആളോ ഒന്നുമല്ല. എന്നാലും ഒരു സാധാരണക്കാരൻ, ഒരു ഹ്യൂമൻ ബീങ് എന്ന ഒരു നമ്മുടെയൊക്കെ ചിന്താഗതിയിൽ ഹ്യൂമൻ്റെ നമുക്ക് പല കാര്യങ്ങൾ പറയുമല്ലോ, പല കണ്ടന്റും പല നിയമത്തിനുള്ളിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ. പക്ഷെ ഒരു ഇൻസിഡൻസ് നടക്കുമ്പോൾ അതൊരു നമ്മൊന്നും കാര്യമാകാതെ പോകുന്ന ചില ഇൻസിഡൻസാണ്. അശ്രദ്ധമായ വാഹനമോടിച്ചതിൻ്റെ മാത്രം സംഭവിച്ചു പോകുന്ന, നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചില അശ്രദ്ധകരമായ ഡ്രൈവിംഗ്, റോഡിൻ്റെ അപാകതയല്ല, ഒരു ഗുഡ്സുകാരനാണ് ഇതിൽ പ്രതിയായിരിക്കുന്നത്. ഇതൊക്കെ അതിൽ മാധവൻ നമ്പീശൻ എന്ന ആളാണ് അപകടത്തിൽപ്പെട്ടത്. വെള്ളിയാഴ്ച 11:30 കോഴിക്കോട് കാക്കോടി പാലത്തിൽ വെച്ചാണ് അപകടമുണ്ടായത്. പാലത്തിന്റെ വീതി കുറഞ്ഞ റോഡിൽ വെച്ചാണ്. വീതി കുറവ് അത് വേറെ ഒരു വിഷയം.
വഴിയോരങ്ങളിൽ മറ്റും ഗുഡ്സ് ഓട്ടോയും സാധനങ്ങൾ വിൽക്കുന്ന ഓട്ടോറിക്ഷയും കൂടെയാണ്. ഈ മാർക്കറ്റിലേക്ക് പച്ചക്കറിക്ക് വേണ്ടി വരുന്ന സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഒരു ഓട്ടോയുടെ കൂടെയാണ് അപകടത്തിനിടയാക്കിയത്. വാഹനം ഓടിക്കുമ്പോൾ ഇത് മടക്കി വെച്ചിരുന്നില്ല. അത് ശരിയാണ്. അത് ആ ഗുഡ്സുകാരൻ ചെയ്ത് മടക്കി വെക്കണമായിരുന്നു. അല്ലെങ്കിൽ മറ്റുള്ളവർക്ക്, സാധാരണക്കാർക്ക് അപകടമുണ്ടാകുമില്ലേ എന്നൊരു ചിന്ത ആ ഓട്ടോറിക്ഷക്കാരന് വേണ്ടമായിരുന്നു. കാക്കോടി പാലത്തിൽ വെച്ച് വേഗത്തിൽ പോവുകയായിരുന്ന ഓട്ടോയിൽ നിന്ന് കാറ്റ്. അതാണ് ഇതൊക്കെ എന്തൊക്കെ സംഭവിക്കുമെന്നോ നമ്മുടെ ഈ ഒരു അന്തരീക്ഷത്തിൽ ഒരു കാറ്റ് കൊണ്ടുപോലും ഒരാൾക്ക് അപകടമുണ്ടാവാം. എങ്ങനെയൊക്കെ സംഭവിക്കാം, ഏത് രീതിയിൽ ഒരാൾക്ക് പരിക്ക് പറ്റാമെന്നത് നമുക്കറിയില്ലല്ലോ. അപ്പോൾ നമ്മൾ ജാഗ്രത പാലിക്കണം. ഇത്തരത്തിലുള്ള മൈന്യൂട്ട് കാര്യങ്ങൾ നമ്മൾ വേഗത്തിൽ ടേക്ക് കെയർ ചെയ്യേണ്ടത് ഇവിടെ മനുഷ്യാവകാശത്തിൻ്റെ ലംഘനമാണ് ഇവിടെ നടത്തുന്നത്. അത് ഒരു സിമ്പിൾ രീതിയിൽ ചിന്തിക്കുന്നത് കൊണ്ട് ആ ഒരു കാറ്റ് കാരണം പിടിച്ച കുട താഴേക്ക് ചെരിഞ്ഞപ്പോൾ ഈ സമയം റോഡിലൂടെ നടന്നു പോവുകയായിരുന്ന വയോധികന്റെ മുഖത്താണ് കുട വീണത്. മുഖത്ത് കുട വീണാൽ പിന്നെ അദ്ദേഹത്തിന് കണ്ണ് കാണില്ല. അദ്ദേഹം തെറിച്ച് വീഴുക, റോഡിലേക്ക് വീഴാതെ അയാൾ അവിടെ തന്നെ വീണത് എന്തോ ഭാഗ്യം. അദ്ദേഹത്തിന്റെ തലയിലേക്കൊക്കെ ഒരു വണ്ടി കയറിപ്പോയാൽ എന്ത് സംഭവിക്കും? അവിടെ ഒരു മനഃപൂർവ്വമില്ലാത്ത ഒരു നരഹത്യ എന്ന കേസിലേക്ക് പെടും. അപ്പോൾ കുട താഴേക്ക് പൊരിഞ്ഞു. ഈ ഒരു സമയം റോഡിലൂടെ നടന്നു പോകുന്ന വയോധികന്റെ മുഖത്താണ് കുട വീണത് അറിയാതെ ഗുഡ്സ് ഓട്ടോ മുന്നോട്ട് തന്നെ വണ്ടി എടുത്തു നീങ്ങിയതോടെ വയോധികൻ പിന്നിലേക്ക് അടിച്ചു വീഴുകയായിരുന്നു. പിന്നിലേക്ക് അടിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മർമ്മം അതെവിടെയാണ്? ആ ഒരു സെക്കൻഡ് കൊണ്ട് അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അവിടെയാണ് പരിക്ക് പറ്റുക. പക്ഷെ അത് അദ്ദേഹം രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം രക്ഷപ്പെടട്ടെ എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നടന്നു പോകുന്ന വയോധികന്റെ മുഖത്ത് കുട വീണത് അറിയാതെ ഗുഡ്സ് ഓട്ടോ മുന്നോട്ട് നീങ്ങിയതോടെ പിന്നിലേക്ക് അടിച്ചു വീഴുകയായിരുന്ന പിന്നിൽ നിന്ന് വന്ന കാർ ഡ്രൈവറെ വയോധികൻ വീഴുന്നത് കണ്ട ഉടനെ കാർ വണ്ടി നിർത്തി. വെട്ടിച്ച് ബ്രേക്ക് ചെയ്തതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. അതൊരു നല്ലൊരു കാര്യമാണ്. പെട്ടെന്ന് അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ പെട്ടെന്ന് നമ്മൾ ബ്രേക്ക് ചെയ്ത് അവിടെ എന്താ സംഭവിച്ചതെന്ന് നോക്കുന്നത് ഒരു യാത്രക്കാരന്റെ നല്ലൊരു ശീലമാണെന്നാണ് എനിക്ക് തോന്നിയത്. തലനാരയിടക്കാണ് ആ വൃദ്ധൻ ഈ ലോകത്തുനിന്ന് രക്ഷപ്പെട്ടത്. അതായത് മരണം നമ്മളെ ഏത് നിമിഷത്താണ് വരാൻ സാധിക്കുക. മരണത്തെ നമുക്ക് വെറുതെയെങ്കിലും വിളിച്ചു വരുത്താനാവും എന്നതുപോലെയാണ്. ഇതൊരു അപ്രതീക്ഷിതമായൊരു നട്ടലോടെ ജനം കാണുന്നൊരു ന്യൂസാണ്. ഇതൊക്കെ ഒരു രക്ഷപ്പെടലാണ്. അദ്ദേഹം ജീവനോടെ ഇരിക്കുന്നു എന്നൊക്കെ വാർത്താ മാധ്യമങ്ങളിൽ ഇങ്ങനെ ന്യൂസ് പടരുമ്പോഴും കാഴ്ചയിൽ കാണുന്ന നമുക്ക് ഭീതിയാണ്. റോഡുകളിലേക്ക് ഇറങ്ങാനോ റോഡുമായി ബന്ധപ്പെട്ട് നമുക്കൊന്ന് വണ്ടി ഓടിച്ചൊന്ന് പുറത്തേക്ക് പോകാനോ ഭയമാണ് ജനങ്ങൾക്ക്. ഈ ഒരു ഭയം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? അശ്രദ്ധ. റോഡുകളിൽ നമ്മൾ അശ്രദ്ധ പാലിക്കാതെ ഈ നിയന്ത്രണം ഇല്ലാതെയുള്ള ഓട്ടപ്പാച്ചൽ ഈ ട്രാവലിങ്ങിൽ വളരെ ഖേദകരമായതാണ്. റോഡിന്റെ കാര്യത്തിലും നമ്മൾ ഇത്തിരി സേഫ്റ്റി, ഞാൻ പറഞ്ഞ പോലെ റോഡ് സേഫ്റ്റിയും നമ്മൾ നോക്കുന്നതിന് മുമ്പേ റോഡിക്ക് വീതിയൊക്കെ കൂടുന്നത് അതാത് നിയമപാലകർ ചെയ്തു കൊടുക്കേണ്ടതാണ്. പാലത്തിന്റെ പണി കുറച്ച് വീതി കൂട്ടിയാൽ സാധാരണക്കാർക്ക് അതിലെ പോകാൻ ഒരിത്തിരി ഇളവ് കൊടുത്താൽ അവർ ആ വഴിയിലൂടെ അവർക്ക് പോകേണ്ട വഴിയിൽ മാത്രം പോയാൽ മതി. ഈ ഒരു കുട കാറ്റത്ത് മനഃപൂർവ്വം ചെയ്തതല്ല ഇത്. പക്ഷേ ഇതും അശ്രദ്ധമരായ മനഃപൂർവ്വമല്ലാത്തൊരു കുറ്റത്തിനാണ് ചേർത്തുക. അതായിരിക്കും FIRൽ എഴുതിയിരിക്കുക.
അപ്പോൾ കേസെടുക്കുമ്പോൾ പോലീസ് കേസെടുക്കും, പക്ഷെ ഇത്തരത്തിലുള്ളൊരു വീഴ്ച സംഭവിക്കുമ്പോൾ കരുതലോടെ എടുക്കാതിരുന്നാൽ നമുക്ക് സംഭവിക്കുന്ന മിക്ക കാര്യങ്ങൾക്കും നമ്മൾ ഒരു സിമ്പിളായിട്ട് ട്രാവലിംഗ് എടുക്കാൻ പാടില്ല. സമൂഹത്ത് ഇങ്ങനെയും ഉണ്ട്. പക്ഷെ ആ ഓട്ടോക്കാരൻ അവിടെ നിർത്തിയിരുന്നോ എന്ന് എനിക്കറിയില്ല. ആ വൃദ്ധൻ എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാണ്. അദ്ദേഹത്തിൻ്റെ മിസ്റ്റേക്കാണ്. ആ ഓട്ടോറിക്ഷ ഓടിച്ച അദ്ദേഹത്തിൻ്റെ തിരക്ക് മൂലം അദ്ദേഹം ആ കൊട മടക്കി വെച്ചുകൊണ്ടായിരിക്കണമായിരുന്നു യാത്ര തുടങ്ങേണ്ടത്. അതാണ് ഒരു മാനേഴ്സ് എന്ന് പറയുന്നത്. ഒരു യാത്രയിൽ നമുക്ക് എന്തൊക്കെ, അദ്ദേഹം ഒരു നടന്നു പോകുന്ന അതുമായി ഒരു സ്കൂട്ടറുകാരനാണ് വരുന്നെങ്കിൽ അദ്ദേഹത്തിൻ്റെ മുഖത്തേക്കും ഇങ്ങനൊരു സൈക്കിൾക്കാരനാണ് വന്നെങ്കിലും അദ്ദേഹത്തിനും അപകടം പറ്റില്ലേ? ആർക്കും ആ വഴികളിൽ പോയെന്ന ഏത് വ്യക്തിക്കും അപകടം പറ്റാതിരിക്കില്ല. കാരണം അതൊരു സൂചനയാണ്. നമ്മൾ കെയർഫുള്ളായി നിൽക്കണമെന്നത് വളരെ വലിയ സെൻസിറ്റീവായ വിഷയം തന്നെയാണ്. ഞാനിത് പറയാൻ അത് കണ്ടപ്പോൾ, ഇത് ഡിസംബർ 16 നടന്ന സംഭവമാണ്. അപ്പോൾ ഈ ഒരു ദുരന്തം തലനാരക്ക് രക്ഷപ്പെട്ടത് അദ്ദേഹത്തിന് എന്തോ ഒരു ഭാഗ്യമാണ്. പക്ഷെ അതുകൊണ്ട് അദ്ദേഹം ഇന്നും ജീവിച്ചിരിക്കുന്നു. ഞാനിത് പറയുന്നത് കണ്ടന്റിന് മാത്രം പറയുന്നതല്ല. ഇതൊക്കെ സെൽഫ് മോട്ടീവാണ്. നമുക്ക് നമ്മളെ തന്നെ മോട്ടീവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം കൂടി ഉണ്ടിതില്ലേ. റോഡ് പരമായിട്ടും നിയമപരമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട, പാലിക്കേണ്ട നിയമപരമായ നമ്മളും ചെയ്യുന്ന നമ്മുടെയും സെൽഫ് സേഫ്റ്റി നമ്മളും എടുക്കേണ്ടതുണ്ട് എന്നത് കൂടുതൽ. റോഡുകളിൽ പോകുന്ന പാച്ചൽ, ഈ ഓവർ സ്പീഡ് ഒക്കെ കാരണം ഇപ്പോൾ എവിടെയും ഇതൊക്കെയുണ്ട്. പക്ഷേ നമ്മളെ തന്നെ ഒന്ന് സൂക്ഷിച്ച് ഡ്രൈവിംഗ് ചെയ്താൽ നമുക്ക് കൺട്രോൾ ഉണ്ടാകുന്ന രീതിയിൽ നമ്മൾ മറ്റുള്ളവർക്ക് ഒരു ഇടങ്ങേറില്ലാതെ തന്നെ വണ്ടി ഓടിക്കാൻ നിന്നാൽ അത് നമുക്കും സേഫാണ്, അവർക്കും സേഫാണ്. അതാണ് ഈ ഡ്രൈവർമാരോട് പറയാൻ. പോലീസുകാരും അത് കുറച്ചും കൂടി ശ്രദ്ധിച്ച് ആ ട്രാവൽ ഉപയോഗിക്കുന്നു അവിടുത്തെ ആ ഏരിയയിലെ നിയമപാലകർ കൂടുതൽ ശ്രദ്ധിച്ചാൽ ഇത്തരത്തിലുള്ള ദാരുണമായ അപകടങ്ങൾ നമുക്ക് അതിനെക്കുറിച്ച് ഒരു മുൻകൂട്ടി മോട്ടിവേറ്റഡ് ചെയ്യാൻ പറ്റും. കൂടുതൽ കാര്യങ്ങൾ അവർക്ക് നിർദ്ദേശം നൽകാൻ പറ്റും. ഈ ഒരു സൊസൈറ്റി ഇത്തരത്തിലുള്ള അപകടങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നില്ല. ഇത്തരത്തിലുള്ള അപകടങ്ങൾ കാണുമ്പോൾ അവരുടെ മനസ്സിൻ്റെ ഭീതി എത്രത്തോളം ഉണ്ടാകുമെന്നത് നിങ്ങൾക്കറിയോ? എത്രത്തോളം അവർ ആ ഒരു ഭീതിയിൽ എന്തൊക്കെ സംഭവിച്ചാലും അവർക്ക് അവരുടെ സങ്കടങ്ങൾ ഒരിക്കലും മാറത്തില്ല. ഇതിൽ അദ്ദേഹം രക്ഷപ്പെട്ടതുകൊണ്ട് അദ്ദേഹവും നമ്മളും നമ്മളും കാരണക്കാരാവും. കാണുന്ന കാണികളും ആ അപകടത്തിൽ അലിഗേഷൻസ് തന്നെയായിരിക്കും. അപ്പം അതിനൊന്നും വകവെക്കാതെ, പക്ഷേ ഇതൊരു ഗൗരവമായ കാര്യമായിട്ട് തന്നെ ഇങ്ങനെയുള്ള കേസുകൾ നിങ്ങൾ എടുക്കുന്നത്, ആ ഒരു നിലപാട് നല്ലതാണ്. ഇത് ഇനിയും മുന്നോട്ട് ഇത്തരത്തിലുള്ള ശ്രദ്ധ എല്ലാവർക്കും വേണം. എല്ലാ പൗരനും ഇതുപോലുള്ള അപകടങ്ങളെ നിസ്സാരമാക്കാതെ ഇനിയുള്ള കാലഘട്ടത്തിലെങ്കിലും കുറച്ചും കൂടി ഒരു ഗ്യാരണ്ടിയോടെ റോഡുകളിലൂടെ നടക്കാൻ നമുക്ക് പറ്റണം. നമുക്ക് വണ്ടിയോടെ പോകാൻ മാത്രമല്ലല്ലോ റോഡ്. നടന്നു പോകുന്നവർക്കും സഞ്ചരിക്കാനുള്ള പാതയും കൂടി നമുക്ക് വേണം. അതും ഈ റോഡ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും യാത്ര ചെയ്യണം. റോഡിലൂടെ മനുഷ്യർക്ക് നടക്കാൻ പാടില്ല. പക്ഷെ ആ വീതിയില്ലാത്ത റോഡിൽ അത്ര കഴിയുമെങ്കിൽ മനുഷ്യർ സാഹചര്യങ്ങൾ കൊണ്ട്
ഇത്തരത്തിലുള്ള റോഡുകൾ അവിടെ ഗതാഗത മന്ത്രിയുടെ ഉത്തരവാദിത്തത്തിൽ ചെയ്യേണ്ട ചില നടപടികൾ അവിടെയും. അതുകൊണ്ട് ഇതിനൊക്കെ കൺട്രോൾ ചെയ്യണം. ബിസിനസ് പരമായിട്ട് ലാഭത്തിന് വേണ്ടിയാണ് അദ്ദേഹം ഓടിയെങ്കിൽ ഒരു മനുഷ്യന്റെ ജീവൻ അവിടെ പൊലിഞ്ഞു പോകാൻ സാധ്യതയുണ്ടായിരുന്നു. അദ്ദേഹം കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു വാർത്ത ഏഷ്യാനെറ്റ് കാണിച്ചിരുന്ന ആ വാർത്ത ഞാൻ ഇപ്പോഴാണ് കണ്ടത്. അപ്പോൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തപ്പോൾ അത് നാളെ ഒരു വ്യക്തിക്ക് ഇങ്ങനൊരു അപകടം ഉണ്ടാവാൻ പാടില്ല. നമ്മളുടെ യൂട്യൂബ് ചാനൽ വഴി നമുക്കത് കാണുമ്പോൾ നിങ്ങളുമായി ഷെയർ ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം ഇതൊക്കെ നിങ്ങളും കൂടി നിങ്ങൾ സേഫ്റ്റിയിൽ റോഡ് സേഫ്റ്റി എപ്പം റോഡുമായും ട്രാവലിങ്ങുമായി ബന്ധപ്പെട്ട നിരവധി കാര്യങ്ങൾ നമ്മുടെ വാർത്തകളിൽ സംഭവിക്കുന്നതാണ്. അതിനി ഉണ്ടാവാൻ പാടില്ല. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ക്രിട്ടിക്കലായിട്ട് തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ സേഫ്റ്റിയായിട്ട് തന്നെ മുന്നോട്ട് വെക്കേണ്ട ഒരു കാര്യം കൂടുതലാണെന്ന് പറഞ്ഞതുകൊണ്ട് ആ ഒരു വീഡിയോ നമ്മൾ ഇവിടെ ഷെയർ ചെയ്യും. ബൈ ഫോർ എവർ.